നമസ്തേ, ഞാൻ മായ ജയമോഹൻ. 2025 മെയ് മാസം 14-ാം തീയതി രാത്രി 10:35 സർവൈശ്വര്യകാരകനായ വ്യാഴം രാശി മാറുകയാണ്. വ്യാഴം ഇടവം രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. മിഥുനം രാശി വ്യാഴത്തെ സംബന്ധിച്ചിടത്തോളം ശത്രുക്ഷേത്രമാണ്, ബുധൻ്റെ രാശിയാണ്. ബുധനും വ്യാഴവും ശത്രുഗ്രഹങ്ങളാണ്. ബുധൻ്റെ ശത്രുഗ്രഹമാണ് വ്യാഴം. അവിടെയാണ് രാശി മാറ്റം ഉണ്ടാവുകയാണ്. അപ്പോൾ ഈ ഒരു വ്യാഴത്തിൻ്റെ രാശിമാറ്റം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. സാധാരണയായിട്ട് വ്യാഴം വർഷം ഒരു രാശിയിലാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ 2025 ഈ വ്യാഴമാറ്റം എന്ന് പറയുന്നത് വ്യാഴം അതിചാരിയായ വ്യാഴമാണ്. അതിചാരം എന്ന് വെച്ചാൽ സ്പീഡ് മൂവ്മെൻറ്റ് എന്നർത്ഥം. വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നു, ഓടി നടക്കുകയാണ്. 3 രാശികളിലേക്ക് വ്യാഴം സഞ്ചരിക്കുന്നു. അതായത് ഒക്ടോബർ മാസം 18-ാം തീയതി വ്യാഴം കർക്കിടകം രാശിയിലേക്ക് കയറും. കർക്കിടകം രാശിയിൽ നിന്നും നവംബർ മാസം 11-ാം തീയതി വക്രത്തിൽ വീണ്ടും സഞ്ചരിച്ച് ഡിസംബർ 5-ന് വീണ്ടും മിഥുനം രാശിയിലേക്ക് വരികയാണ്. അതായത് മെയ് 14 മുതൽ ഒക്ടോബർ 18 വരെ മിഥുനം രാശിയിലും അതിനുശേഷം കർക്കിടകം രാശിയിലും ഡിസംബർ 5-ന് വീണ്ടും മിഥുനം രാശിയിലേക്കും സഞ്ചരിക്കുന്നു. മിഥുനം, കർക്കിടകം, മിഥുനം. അങ്ങനെ വ്യാഴം 2025 വർഷം 3 രാശികളിൽ സഞ്ചരിക്കുകയാണ്. അപ്പോൾ 3 രാശികളിലേക്കുള്ള ഈ വ്യാഴത്തിൻ്റെ രാശിമാറ്റം അത്ര ഗുണകരമല്ല. അതിചാരിയായ വ്യാഴമെന്ന് പറഞ്ഞു. അതിചാരിയായ വ്യാഴം ആചാര്യന്മാരുടെ പറയുന്നതനുസരിച്ചിട്ടാണെങ്കിൽ അതിചാരിയായി വ്യാഴം സഞ്ചരിക്കുന്ന സമയത്ത് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. കൊടുങ്കാറ്റ്, ഇടിമിന്നൽ, പ്രളയം, ഭൂകമ്പങ്ങൾ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ, അതുപോലെ യുദ്ധം, മഹാമാരി മുതലായവ ഉണ്ടാകാനും കോടിക്കണക്കിന് ആൾക്കാർ മരണപ്പെട്ടു പോകാനൊക്കെ ഉള്ള സാധ്യതയുണ്ടെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് സത്യമാവരുതേ എന്ന് പ്രാർത്ഥിക്കാം. അതിചാരിയായ വ്യാഴമാണ്. നന്നായി മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക. മറ്റുള്ള മതവിശ്വാസികൾ അവരവരുടെ മതവിശ്വാസം അനുസരിച്ച് ഈശ്വര പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു വ്യാഴമാറ്റമാണിത്. ഇത് വ്യാഴത്തിൻ്റെ ഈ ഒരു സഞ്ചാരം അത്ര ഗുണമല്ല, വളരെയധികം ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാലമാണ് എന്നർത്ഥം. അപ്പോൾ കുറച്ച് ഗുണങ്ങളെയൊക്കെ കിട്ടും. അതായത് നമ്മളിപ്പോൾ വ്യാഴം ഇപ്പം ഈ വീഡിയോയ്ക്കകത്ത് മെയ് 14 മുതൽ ഒക്ടോബർ 18 വരെയുള്ള ഫലങ്ങൾ മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം ഒക്ടോബർ 18-ന് ശേഷം വ്യാഴം കർക്കിടകത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഭാവം മാറുന്നു. ഭാവം മാറുമ്പോൾ ഫലവും മാറിപ്പോകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോയ്ക്കകത്ത് മെയ് 14 മുതൽ ഒക്ടോബർ 18 വരെയുള്ള മിഥുനം രാശിയിലെ വ്യാഴത്തിൻ്റെ സ്ഥിതി, വ്യാഴം ഇരിക്കുമ്പോൾ 12 രാശിക്കാരായ നക്ഷത്രക്കാർക്കും എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ എന്തെല്ലാം ഫലങ്ങൾ ഉണ്ടാകുന്നു എന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അശ്വതി ഭരണി കാർത്തികാദ്യ കാൽഭാഗത്തിൽപ്പെട്ട മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മേടം രാശിയുടെ 3-ാം ഭാവത്തിലൂടെയാണ് വ്യാഴത്തിൻ്റെ സഞ്ചാരം. വ്യാഴം ഒക്ടോബർ 18 വരെ അത്ര നല്ലതല്ല. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏഴരാണ്ട ശനിയുടെ 1-ാം ഘട്ടത്തിൽ ഇരിക്കുകയുമാണ്. അപ്പോൾ ഈ മെയ് മാസം 14-ാം തീയതി വരെ വ്യാഴം 2-ാം ഭാവത്തിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ മെയ് മാസം 14-ാം തീയതി വരെ ഏഴരാണ്ട ശനിയുടേതായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും വലിയ തോതിൽ അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടില്ല. പക്ഷേ മെയ് 14-നുണ്ടാകുന്ന വ്യാഴമാറ്റം ഒക്ടോബർ 18 വരെയുള്ള സമയം കുറച്ച് പ്രയാസകരമായിരിക്കും. 3-ാം ഭാവത്തിലെ വ്യാഴം അത്ര നല്ലതല്ല. ദൈവാധീന കുറവ് ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മേലുദ്യോഗസ്ഥന്മാരുടെ അപ്രീതിക്ക് പാത്രീഭവിക്കാനുള്ള സാധ്യത, അതുപോലെ സ്ഥാനഭ്രംശം ഉണ്ടാകാനുള്ള സാധ്യത, ധനത്തിന് അകാരണമായ ചിലവുകൾ ഉണ്ടാകാനുള്ള സാധ്യത, ശത്രുക്കൾ വർദ്ധിക്കാനുള്ള സാധ്യത, ഇങ്ങനെ നമ്മൾ ആ ഒരു വ്യാഴമാറ്റം ഈ ഒരു ഒക്ടോബർ 18 വരെയുള്ള സമയം ഈ മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര ഗുണകരമായ ഫലങ്ങൾ അല്ല നൽകുന്നത് എന്ന് വേണം പറയാൻ. 3-ാം ഭാവത്തിലെ വ്യാഴമാണ്. കാർത്തിക അവസാന 1/4 ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതിയിൽപ്പെട്ട ഇടവം രാശിക്കാർക്ക് 2-ാം ഭാവത്തിലൂടെയാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. ഇപ്പോൾ ജന്മത്തിലിരുന്ന വ്യാഴമാണ്, അത്ര ഗുണമല്ലായിരുന്നു. അത് 2-ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുകയാണ്. 2-ാം ഭാവം നമുക്കറിയാം ധനസ്ഥാനമാണ്. അപ്പോൾ നമുക്ക് ഈ വ്യാഴത്തിൻ്റെ ഈ ഒരു മാറ്റം ഇടവം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് ഒക്ടോബർ 18 വരെയുള്ള സമയം വളരെ അനുഗ്രഹപ്രദമാണ്. അതായത് കിട്ടാക്കടങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കിട്ടുന്നതിന് സാധ്യത, ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ലോണും ആദിയായ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രമോഷൻ, ശമ്പള കൂടുതൽ, ഇതെല്ലാം എക്സ്പെക്റ്റ് ചെയ്തിരിക്കുകയായിരുന്നെങ്കിൽ അതെല്ലാം ലഭിക്കുന്ന സമയം, ബിസിനസ്സുകാർക്ക് വൻപിച്ച രീതിയിലുള്ള ധനവർധന ഉണ്ടാകുന്ന സമയം, ധനപരമായിട്ട് വളരെയധികം പുഷ്ടി ഉണ്ടാകുന്ന സമയമാണിത്. ഈശ്വരാധീനം വർദ്ധിക്കുന്ന സമയം, മേലധികാരിയുമായി ബന്ധപ്പെട്ട ഗുണാനുഭവങ്ങൾ, നമ്മുടെ വാക്കുകൾക്ക് ആൾക്കാർ വില കൽപ്പിക്കുന്ന ഒരു സമയമാണ്. ഈ വ്യക്തികളെക്കുറിച്ച് നല്ല നല്ല അഭിപ്രായങ്ങൾ ആൾക്കാർ പറയാം, വളരെ കിറക്കേമനാണെന്നൊക്കെ പറയുന്നതിനൊക്കെയുള്ള സാധ്യത, ഇതെല്ലാം ഈ ഒരു വ്യാഴമാറ്റത്തിലെ ഇടവം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് കിട്ടുന്നതാണ്. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒക്ടോബർ 18 വരെയുള്ള സമയവും വളരെ മനോഹരമായിരിക്കും. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മകയിരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ 1/4 ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ. മിഥുനം രാശിയിലാണ് വ്യാഴം വന്നിരിക്കുന്നത്.
ജന്മത്തിൽ വന്നിരിക്കുന്ന വ്യാഴം, മിഥുനൻ രാശിയിൽ ഇരിക്കുന്ന വ്യാഴമാണ്, അത് ഒട്ടും ഗുണമല്ല. നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചിലവുകൾ വരും. അതുപോലെ തന്നെ ശരീരഭാരം കൂടുന്നതിന് സാധ്യത, അസുഖങ്ങൾ, രോഗങ്ങൾ, ഷുഗർ പോലുള്ള രോഗങ്ങൾ, സ്പൈനലിന് പ്രശ്നങ്ങൾ, ഇതൊക്കെ വരുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ്. വളരെയധികം കെയർഫുൾ ആയിരിക്കേണ്ട ഒരു കാലഘട്ടം. ശത്രുക്കൾ ഉണ്ടാകുന്നതിന് സാധ്യതയുമുണ്ട്. സംസാരിക്കുന്നത് വളരെ സൂക്ഷിക്കുക. അങ്ങനെയൊക്കെയുള്ള കുറച്ച് വിഷയങ്ങൾ വരുന്നതിന് സാധ്യത ഈ ഒരു ജന്മത്തിലിരിക്കുന്ന വ്യാഴം കൊടുക്കും. ശരീരഭാരം, പ്രത്യേകിച്ച് ഈ ഡയബറ്റിക് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണ്. ഷുഗർ വർദ്ധിക്കുന്നതിന് സാധ്യതയുള്ള ഒരു സമയം. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഭക്ഷണം നിയന്ത്രിച്ച് കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ ശരീരഭാരം കണക്കിലധികം വർദ്ധിച്ചൊക്കെ വരുന്നതിന് സാധ്യതയുള്ള ഒരു സമയവും കൂടിയാണ്. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. ഉണർന്നം അവസാന കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ് കർക്കിടകം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ. കർക്കിടകൻ രാശിക്കാർക്ക് ഇപ്പോൾ 11ാം ഭാവത്തിൽ ഇരിക്കുന്ന വ്യാഴമാണ്. അപ്പോൾ 11ാം ഭാവത്തിൽ ഇരിക്കുന്ന വ്യാഴം വളരെ ഐശ്വര്യങ്ങളെയും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അഷ്ടമശനി ആയിരുന്നെങ്കിലും ചെറിയൊരു 50% ഗുണഫലങ്ങൾ ഈ വ്യാഴത്തെ കൊണ്ട് കിട്ടിയിരുന്നതാണ്. പക്ഷേ ഈ വ്യാഴം മെയ് മാസം 14-ാം തീയതി മുതൽ ഒക്ടോബർ 18 വരെ അവരുടെ 12ാം ഭാവത്തിൽ വരികയാണ്. 12ാം ഭാവത്തിൽ വ്യാഴം വരുമ്പോൾ പണച്ചിലവ് കൂടും. നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ ഇപ്പോൾ ഒരു 1000 രൂപയുടെ ഒരു കാര്യം ചെയ്യാം എന്ന് വിചാരിച്ചിറങ്ങിയ 2000 രൂപയാവും. നമ്മുടെ പേഴ്സിരിക്കുന്ന പൈസ എങ്ങോട്ട് പോകുന്നു എന്ന് നമ്മൾ തന്നെ സ്വയം തിരിച്ചറിയാൻ പറ്റാത്ത സമയം. കടങ്ങൾ വന്നു ചേരുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആരെങ്കിലും കടം തരാനുണ്ട് എന്നുണ്ടെങ്കിൽ അത് കിട്ടാൻ പ്രയാസമുണ്ട്. അതുകൊണ്ട് ധനപരമായിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ജോലിയെടുക്കുന്ന ആൾക്കാർ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ ദൈവാധീനത്തിന് ചെറിയ കുറവ് ഉണ്ടാകുന്ന ഒരു സമയവും കൂടിയാണ്. നല്ല പ്രാർത്ഥന ആവശ്യമുണ്ടെന്ന് അർത്ഥം. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. ചിങ്ങം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ്. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ 11ാം ഭാവത്തിലേക്കാണ് ഒക്ടോബർ 18 വരെയുള്ള വ്യാഴത്തിൻ്റെ സ്ഥിതി. ചിങ്ങം രാശിക്കാർക്ക് അഷ്ടമശനി നടക്കുകയാണ്. അപ്പോൾ വേനലിൽ കിട്ടിയ ഒരു മഴ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു കുറച്ച് ഗുണങ്ങളൊക്കെ കിട്ടുന്ന സമയം, ദൈവാധീനത്തിന് വർധന ഉണ്ടാകുന്ന സമയം, മേലധികാരികളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പ്രീതി ഉണ്ടാകുന്ന സമയം, അതുപോലെ തന്നെ ധനപരമായിട്ട് എന്തെങ്കിലും പുഷ്ടികൾ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ്. ഏറ്റവും മനോഹരമായ സമയമാണ്. വിദേശവുമായി ബന്ധപ്പെട്ട് യാത്രകൾ ചെയ്യുന്നതിന് ആഗ്രഹിച്ചിരിക്കുന്നവർക്കും അത് സാധിച്ചു കിട്ടുന്ന ഒരു മനോഹര സമയം. വിദേശത്ത് ഇരിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും ഗുണപ്രദമായ ഒരു സമയം. ഈ വ്യാഴത്തിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് വളരെ ഗുണപ്രദമാണ് ഈ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത്. അടുത്തത് കന്നി രാശിക്കാരാണ്. കന്നി രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ്. കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ 10ാം ഭാവത്തിലൂടെയാണ് വ്യാഴത്തിൻ്റെ സഞ്ചാരം. 10ാം ഭാവത്തിലെ വ്യാഴം എന്ന് വെച്ചാൽ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെയാണ് നൽകുന്നത്. അതായത് 50% ഭാഗ്യാനുഭവങ്ങൾ, 50% അത്ര അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവുകൾ, കാര്യങ്ങളൊക്കെ ഉണ്ടാകും. കർമ്മരംഗത്ത് പുഷ്ടി ഉണ്ടാകുന്ന ഒരു സമയമാണ്. ധാരാളമായി ധനം വരും. പക്ഷേ ഈ ധനത്തിനെല്ലാം ചിലവും വരും. അപ്പം നമ്മൾ എടുക്കുന്ന ജോലിക്ക് തക്കതായ പ്രതിഫലം കിട്ടാതിരിക്കാനൊക്കെ ഉള്ള സാധ്യതകൾ അതെല്ലാം ഈ ഒരു സമയത്തുണ്ട്. ദൈവാധീനത്തിൻ്റെ കാര്യം ചിന്തിക്കുകയാണെങ്കിലും പരിപൂർണമാണ് എന്ന് പറയാനായിട്ട് സാധിക്കുകയില്ല. എങ്കിലും പുതിയ ജോലിക്കൊക്കെ ശ്രമിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതൊക്കെ കിട്ടുന്നതിന് സാധ്യതയുണ്ട്. പിന്നെ കർമ്മരംഗത്ത് പ്രമോഷൻ, ശമ്പളം കൂടുതൽ, ഇതെല്ലാം എക്സ്പെക്ട് ചെയ്യണമെങ്കിൽ അതിന് സാധ്യത. സ്വയം തൊഴിൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും കർമ്മരംഗത്ത് ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ടാകുന്നതിന് ഈ ഒരു ഒക്ടോബർ മാസം 18-ാം തീയതി വരെ ഇതായിരിക്കും കന്നിരാശിക്കാരായ നക്ഷത്രക്കാരുടെ ഫലം. അതായത് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമായിരിക്കും. അടുത്തത് തുലാം രാശിക്കാരാണ്. തുലാം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ്. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ 9ാം ഭാവത്തിലൂടെയാണ് ഒക്ടോബർ മാസം 18-ാം തീയതി വരെ വ്യാഴത്തിൻ്റെ സഞ്ചാരം. വളരെ നല്ല സമയമാണ്. വിദേശ രാജ്യത്ത് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അത് സാധിച്ചു കിട്ടും. പഠിക്കുന്ന കുട്ടികളാണെങ്കിലും എന്തെങ്കിലും കോഴ്സൊക്കെ ചെയ്യുന്നതിന് പോകാനായിട്ട് ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ അത് സാധിച്ചു കിട്ടുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ഭാഗ്യാദി വർധന ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. ദൈവാധീനം വളരെയധികം കൂടുന്ന സമയം. വിദേശത്തിരുന്ന് പണി എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. തുലാം രാശിക്കാരെ സംബന്ധിച്ച് ധനപരമായിട്ടും വളരെ പുഷ്ടി, ഈശ്വരാധീനം ഉണ്ടാകുന്ന സമയം. പിതാവുമായി ബന്ധപ്പെട്ട് പിതൃസ്വത്തുക്കൾ കിട്ടുന്നതിന് സാധ്യതയുള്ള സമയം. അച്ഛൻ്റെ അനുഗ്രഹം പരിപൂർണമായിട്ട് കിട്ടുന്ന ഒരു സമയം. വളരെ നല്ല ഒരു കാലഘട്ടം. ദൈവാധീനം വളരെയധികം കൂടുന്ന സമയമാണ്. ശത്രുക്കളെ കുറഞ്ഞു പോകുന്ന ഒരു സമയം. ശത്രുക്കൾക്കൊരു മാറ്റമുണ്ട്. നാശം മീൻസ് ശത്രുക്കൾ നശിച്ചു പോകുന്നല്ല, അവരിൽ നിന്ന് നമുക്കൊരു രക്ഷയുണ്ടാകും. അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ്. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്.
വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ് വൃശ്ചികം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ. ഒക്ടോബർ 18 വരെയുള്ള സമയവും വൃശ്ചികം രാശിക്കാർക്ക് അത്ര ഗുണകരമായ സമയമല്ല. അഷ്ടമത്തിലെ വ്യാഴത്തിൻ്റെ സ്ഥിതിയാണ്. അപ്പോൾ ഒരു സാമ്പത്തികമായിട്ട് വളരെയധികം ബാധ്യതകൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. ഒക്ടോബർ 18 വരെ ഒട്ടും കൊള്ളത്തില്ല. ആരോഗ്യപരമായ വിഷയങ്ങൾക്ക് വേണ്ടി പണച്ചിലവുണ്ടാകുന്ന സമയമാണ്. പ്രത്യേകിച്ച് ഷുഗർ അസുഖം, ഡയബറ്റിക് ഉള്ളവർ, അതുപോലെ സ്പൈനലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയങ്ങളുള്ളവർ, അമിതമായി ശരീരഭാരം വർദ്ധിച്ചു പോകുന്ന ആൾക്കാർ, ഇവർക്കെല്ലാം അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഫലം പരിപൂർണമായിട്ട് കിട്ടുന്നതിന് പ്രയാസമുള്ള ഒരു സമയമാണ്. ദൈവാദിനം ഒരുപാട് കുറഞ്ഞു പോകുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ സ്ഥാനഭ്രംശം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. വളരെയധികം പ്രാർത്ഥനയോടുകൂടി ഇരിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അടുത്തത് ധനുരാശിക്കാരായ നക്ഷത്രക്കാരാണ്. ധനുരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ്. ഒക്ടോബർ 18 വരെയുള്ള സമയം ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മനോഹരമായ ഒരു സമയമാണ്. കണ്ടകശനി 4-ാം ഭാവത്തിലെ കണ്ടകശനി അനുഭവിക്കുകയാണ്. ഈ ഒരു കാലഘട്ടം വളരെ നല്ലതാണ്. ദൈവാദിനം വർദ്ധിക്കുന്ന സമയമാണ്. വിവാഹം ആലോചിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അത് സാധിച്ചു കിട്ടുന്ന ഒരു സമയം. ഭാര്യയുടെ വീട്ടുകാരുമായിട്ട് സ്വത്ത് തർക്കമോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം സാധിച്ചു കിട്ടി അവിടുന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നതിന്, അതുപോലെ ഭർത്താവ് എന്തെങ്കിലും കുടുംബപരമായിട്ട് സ്വത്തുക്കൾ കിട്ടുന്നതിന് സാധ്യത, ധനപരമായ പുഷ്ടി ഉണ്ടാകുന്നതിന് സമയം. ജോലി അന്വേഷിക്കുകയാണെങ്കിൽ സാധിക്കും. പ്രത്യേകിച്ച് വിദേശവുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് സാധിക്കും. 7-ാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ സ്ഥിതി. അതുപോലെ തന്നെ വിദേശവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ, അവർക്ക് കച്ചവടത്തിൽ പുഷ്ടി ഉണ്ടാകും. അവിടെ ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് നേട്ടമുണ്ടാകും. വളരെ മനോഹരമായിട്ടുള്ള ഒരു സമയമായിരിക്കും ഒക്ടോബർ 18 വരെ ധനുരാശിക്കാരായ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുക. അടുത്തത് മകരം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ്. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മകരം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ്. മകരം രാശിക്കാരുടെ 6-ാം ഭാവത്തിലൂടെയാണ് വ്യാഴത്തിൻ്റെ സഞ്ചാരം. ആളിലൂടെയുള്ള വ്യാഴം അത്ര ഗുണവാനല്ല. കടമുണ്ടാകും, പക്ഷേ പൈസ വരുമെങ്കിലും നമുക്ക് സേവിങ്സ് എന്ന് പറയുന്നത് കമ്മിയായി പോകും. ധനപരമായിട്ട് അത്ര വലിയൊരു പുഷ്ടിയിലേക്ക് വരും എന്ന് പ്രതീക്ഷിക്കാൻ വയ്യ. അതുപോലെ തന്നെ ഈശ്വരാധീനത്തിന് കമ്മിയായി പോകുന്ന സമയമാണ്. ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു സമയമായിരിക്കും. ബാധ്യതകൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ജോബ് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് പുതിയൊരു ജോലിക്ക് അന്വേഷിക്കാൻ ശ്രമിക്കേണ്ട ഒരു സമയം. അതായത് ജോലിയിൽ ഇരിക്കുമ്പോൾ തന്നെ പുതിയൊരു ജോലിയിലേക്ക് അന്വേഷിച്ചൊക്കെ പോകുന്നത് നല്ലതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ജോലി പുതിയത് കിട്ടാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. നല്ല പ്രാർത്ഥന ആവശ്യമുണ്ടെന്നർത്ഥം. അടുത്തത് കുംഭം രാശിക്കാരാണ്. അവിട്ടം അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ. കുംഭം രാശിക്കാരുടെ 5-ാം ഭാവത്തിലൂടെയാണ് വ്യാഴത്തിൻ്റെ സഞ്ചാരം. വളരെ നല്ല സമയമാണ്. ഈശ്വരാധീനം വർദ്ധിക്കുന്ന സമയം. മക്കളെ കൊണ്ട് എന്തെങ്കിലും ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയം. 7-2 ശനിയുടെ 3rd സ്റ്റേജിലേക്കും കടന്നിരിക്കുകയാണ്. ഈ വ്യാഴമാറ്റം വളരെയധികം ഗുണം ഒക്ടോബർ 18 വരെ കുംഭരാശിക്കാരായ നക്ഷത്രക്കാർക്ക് ഉണ്ടാകും എന്ന് പറയാം. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ പ്രയാസമായിട്ട് IVF പോലുള്ള ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അതിനുള്ള സാധ്യത ഉള്ള സമയമാണ് ഒക്ടോബർ 18 വരെയുള്ള സമയം. മഹാവിഷ്ണുവിനെ നന്നായി പ്രാർത്ഥിച്ചിരിക്കണം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിന് സാധിക്കുന്ന ഒരു സമയം. കുട്ടികളെ കൊണ്ട് സന്തോഷകരമായ വാർത്തകൾ കേൾക്കുന്നതിന് സാധിക്കുന്ന ഒരു സമയം. അപ്പോൾ കുംഭരാശിക്കാരെ സംബന്ധിച്ച് ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമായിരിക്കും ഒക്ടോബർ 18 വരെയുള്ള ഒരു സമയം. അടുത്തത് മീനം രാശിക്കാരാണ്. മീനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ പോരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വ്യാഴം 4-ാം ഭാവത്തിലൂടെ ഒക്ടോബർ 18 വരെ സഞ്ചരിക്കുകയാണ്. ഈ ഒരു വ്യാഴമാറ്റം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമായിരിക്കും. നല്ല വ്യാഴം കണ്ടക വ്യാഴനാണ്. അപ്പം നമുക്ക് പൈസകൾ ഇപ്പം എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ, ഇപ്പം 3-ൽ നിന്ന് വ്യാഴമാണ്, അപ്പോൾ അത് മാറിയപ്പോൾ ചെറിയൊരു ആശ്വാസം കിട്ടുന്ന ഒരു സമയമാണ്. പരിപൂർണമായി വലിയ ഭാഗ്യങ്ങളൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ, ഒരു 50% കൂടുതൽ നേട്ടങ്ങൾ കിട്ടുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ്. ജോലിയുമായി ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് ഇരിക്കുകയാണെങ്കിൽ പ്രമോഷനോ ശമ്പള കൂടുതലോ ഒക്കെ കിട്ടുന്നതിന് സാധിക്കും. സ്വയം തൊഴിൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവിടുന്ന് അവിടെ ആ കച്ചവടത്തിൽ ഉയർച്ചയുണ്ടാകുന്ന ഒരു സമയമാണ്. ഈശ്വരാധീനം ചെറിയ രീതിയിലൊക്കെ ഉണ്ടാകുന്ന സമയം. ധനപരമായിട്ടുള്ള ചിലവുകൾ ഒന്ന് കുറഞ്ഞു കിട്ടും. ശത്രുക്കളുടെ കാഠിന്യം ഒന്ന് കുറഞ്ഞു കിട്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം, മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 7-2 ശനിയുടെ 2nd സ്റ്റേജും കൂടിയാണ്. അപ്പോൾ ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് കുറച്ച് ഗുണങ്ങളെ കൊടുക്കും എന്ന് തന്നെയാണ്
പറയാനുള്ളത്. അപ്പോൾ ഈ അതിചാരിയായ വ്യാഴമായതുകൊണ്ട് നല്ല പ്രാർത്ഥന ആവശ്യമുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ ഡിസാസ്റ്ററുകളൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. നമ്മുടെ ഇപ്പോൾ അപ്ഡേറ്റ്സ് നോക്കിക്കൊണ്ടിരുന്നാലും നമുക്ക് ഇതേപോലെയുള്ള വിഷയങ്ങൾ നമ്മുടെ മുന്നിൽ വളരെ ഡേഞ്ചറസ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പം നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുക, വിഷ്ണുവിനെ പ്രാർത്ഥിക്കുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് എസ്പെഷ്യലി വ്യാഴാഴ്ച ദിവസങ്ങളിൽ, അല്ലാതെ എല്ലാ ദിവസവും ജപിക്കുന്നത് നല്ലതാണ്. ഓം നമോ നാരായണായ എന്ന് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക. മറ്റുള്ള മതവിശ്വാസികൾ അവരവരുടെ മതവിശ്വാസം അനുസരിച്ചുള്ള പ്രാർത്ഥനകൾ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണെന്ന് നല്ലതായിരിക്കും. നന്നായി പ്രാർത്ഥിച്ചിരിക്കേണ്ട ഒരു വ്യാഴമാറ്റമാണിത്, അതിചാരിയായ വ്യാഴമായതുകൊണ്ട് തന്നെ. ഇതൊക്കെയാണ് 12 രാശിക്കാരായ നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന പൊതുവായ ഫലങ്ങൾ എന്ന് പറയുന്നത്. ഒക്ടോബർ 18 ശേഷം വ്യാഴത്തിൻ്റെ സ്ഥിതി എന്താണ്? അതായത് ഒക്ടോബർ 18 മുതൽ ഡിസംബർ 5 വരെ ഈ പറഞ്ഞ ഫലങ്ങളൊന്നും ആയിരിക്കില്ല, അതിൽ മാറ്റം ഉണ്ടാകും. അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്.